ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ആരാണ്ട് വിളിക്കുന്നല്ലോ. ശരി. അപ്പോൾ ഗൈസ് ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ നല്ല രീതിക്ക് ഫ്രഷ് ആയേക്കാന്ന്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ തണുപ്പാണ് ഗൈസ്. അന്ന് ചാടിയപ്പം ഗൈസ് നമ്മളാണെങ്കിൽ മഴവിച്ച് പോയി. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് പോയെന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചേക്കാം ഗൈസ്. നല്ല ചൂട് ചായ അല്ല ഗൈസ്, ഇത് നല്ല രീതിക്ക് ആറിട്ടുണ്ട് ഗൈസ് ചായ. ഞാൻ രാവിലെ തന്നെ അനത്തി വെച്ചതാണ് ഗൈസ്. ഇത് അത്യാവശ്യം ചൂടുണ്ട് ഗൈസ്, നമുക്ക് മോന്താനുള്ള ചൂടേ ഉള്ള. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് ആലോചിക്കുന്നത് നമ്മൾ രാവിലെ ജിമ്മിൽ പോയില്ലായിരുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നൈസിന് തേഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറിയ ശേഷം ഇവിടെ ആണെങ്കിൽ നമുക്കൊന്ന് വാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൂഡും കാര്യങ്ങളൊക്കെ പോയി ഗൈസ്. കുളിക്കുന്നതിന് മുമ്പാണ് ഗൈസ് വർക്കൗട്ട് ചെയ്യേണ്ടുള്ളത്. ഇതാണ് ഗൈസ് ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഗൈസ് വർക്കൗട്ട് ചെയ്യാൻ വന്നത്. എന്തായാലും ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് വേണ്ടെന്ന് തന്നെ വിചാരിക്കാം. അപ്പം ഇനി നമുക്കാണെങ്കിൽ നേരെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തേക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ബ്ലാക്കാണ് നമ്മൾ ഇതാക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളാണെങ്കിൽ നേരെ ഒരു ക്യാപ്പും ഒരു ഗ്ലാസ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ റൂട്ടിലോട്ട് കാര്യങ്ങളൊക്കെ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസിന് കഴിച്ച് നമ്മൾ KSRTC ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ടൂറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ ഒരു ലാൻഡ് ക്രൂസർ പോകുന്നു ഗൈസ്. അപ്പം അതിനകത്ത് ഗൈസ് തേഞ്ഞു ഗൈസ്. ഇയാളാണ് ഗൈസ് കുറ്റക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളെ ഗൈസ് വല്ലതൊക്കെ പറഞ്ഞേക്കാം ഗൈസ്. അയാളെ പറയാൻ പോയ എനിക്കാണ് ഗൈസ് അയാളെന്ന് കേട്ടത്. എൻ്റെ വായാണെങ്കിൽ ഗൈസ് തന്നെ അടഞ്ഞു പോയേ. അതൊക്കെ പോട്ട് ഗൈസ്, നമുക്ക് തിരിച്ച് പിടിക്കാം ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരത്തെ തിരിച്ച് പിടിച്ചത് ഗൈസ് തേഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ ബസ് ഓട്ടം അതോടെ ഗൈസ് തീർന്നു ഗൈസ്. അങ്ങനെ പ്രിൻസിപ്പളിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഗൈസ് ഫുള്ള് സീനായിരുന്നു അങ്ങനെ ഗൈസ്. അപ്പം നമ്മളെ അവിടുന്ന് നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഈ ഒരു ബസ് റൂട്ടിൽ നിന്ന് നമ്മൾക്ക് പോകണം ഗൈസ്. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഗൈസ് നമ്മൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഗൈസ് ചെയ്യും. അപ്പം നമ്മൾക്ക് നേരെ ഗൈസ് ഇവിടെ ആയിട്ടാണ് ഗൈസ് അടുത്ത ബസ് സ്റ്റോപ്പും ആളും വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഗൈസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ഗൈസ്. അപ്പം ഇവിടെ ആയിട്ട് ആരെയും കാണുന്നില്ല, ഇച്ചിരി നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. 2000 years later. ഗൈസ് അങ്ങനെ ഫൈനലി എല്ലാവരും കയറി ആളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോകും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് അടുത്ത റൂട്ടിലോട്ട് ഞങ്ങളൊക്കെ കത്തിച്ച് വിട്ടേക്കാം ഗൈസ്. എവിടെയെന്ന് ചെന്ന് ഇടിക്കാതിരുന്നാൽ മതി ഗൈസ്. എൻ്റെ പൊന്നെ പറഞ്ഞ് നാവ് അങ്ങോട്ട് എടുത്തില്ല, വേറൊരു ബൈക്കിൻ്റെ കാരൻ്റെ മേളിൽ പോയിരുന്നു. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ നമുക്ക് നേരെ ഗൈസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാം ഗൈസ്. എനിക്ക് ദേഷ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ് ഈ ഒരു ബസ് ഓട്ടിക്കാൻ. അപ്പം അത് ചോദിച്ചാൽ ഗൈസ് ഈ ഗെയർ ഇട്ടിട്ട് ഇതാവുന്നില്ല ഗൈസ്, അങ്ങോട്ട് നീങ്ങുന്നില്ല ഗൈസ്. ഈ ഒരു വണ്ടി ഭയങ്കര ഇരച്ചിലാണ് ഗൈസ്. ഇത് അങ്ങോട്ട് നീങ്ങാൻ പാടാണ് ഗൈസ്. അതാണ് ഗൈസ് ഇത്ര ലോങ് ആവുന്നത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ വണ്ടി പയ്യെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഗൈസ്. ഇത് പയ്യാണ് ഗൈസ്, അല്ലാതെ തന്നെ പോകുന്നത്. ഭയങ്കര സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ഗൈസ് തീരും ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ പയ്യെ നമ്മളെ വണ്ടി ഞങ്ങളൊക്കെ ഓട്ടിച്ച് പോകും. ഇവിടെ ആരാണ്ട് നിൽക്കുന്നില്ലേ? ചേട്ടാ കയറ്. ശരി മാമ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ റോഡ് ടു 10K ആണ് ഗൈസ് നമ്മളെ ലക്ഷ്യം. എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്. ഞാനാണെങ്കിൽ അറിയാതെ ഗൈസ് ഒരു ലംബോർഗിനി കാരൻ്റെ മണ്ടേ കടയൊക്കെ കയറി പോയി ഗൈസ്. അപ്പം അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ വീണ്ടും ഗൈസ് ലാൻഡ് ക്രൂസറിൻ്റെ മേളാണ് ഗൈസ്. ഇതെന്താണ് ചന്തയാണ് ഗൈസ് ലാൻഡ് ക്രൂസറിൻ്റെ. എവിടെ നോക്കിയാലും ഇപ്പോൾ ലാൻഡ് ക്രൂസറാണ് ഗൈസ് മഹേന്ദ്രയുടെ. അപ്പം അടുത്തൊരു പോർച്ചക്കാരൻ വരുന്നുണ്ടല്ലോ ഗൈസ്. നമ്മളെ വണ്ടിയുടെ അതേ കളറാണ്. അപ്പം ഞാനാണെങ്കിൽ പണ്ടാണെങ്കിൽ KSRTC ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഫഷണലാണ് ഗൈസ്. ജനകതല റോഡിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം അടുത്തൊരു കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ഗൈസ്. ഇവിടെ ആൾക്കാർ കാണും ഗൈസ്. ഇവിടെ നമുക്ക് വളച്ചും കാലൊക്കെ നിർത്തിയേക്കാം. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല ഗൈസ്. ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും വരുമായിരിക്കും. നമുക്ക് എന്തായാലും നൈസിന് ഇങ്ങോട്ട് നിർത്തിയിട്ടേക്കും ഗൈസ്. നമ്മളെ വണ്ടികളും വളച്ചിടാൻ ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യെ വളയ്ക്കാം. എവിടെയും ചെന്ന് ഇടിക്കാതിരുന്നാൽ മതി ഗൈസ്. എല്ലാം ആണെങ്കിൽ ഒരുമാതിരി ഇരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. അപ്പോൾ ഗൈസ് ഇനി ആൾക്കാരെല്ലാം കയറ്റിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാവരും കയറ്റി കഴിഞ്ഞിട്ടാ ഒരു വണ്ടി. ഇത് ലാൻഡ് ക്രൂസർ അല്ലേ ഗൈസ്? ഇത് എന്താണ് ഗൈസ്? ഇത് ലാൻഡ് ക്രൂസർ അല്ല ഗൈസ്. സോറി ഗൈസ്, എനിക്ക് അബദ്ധം പറ്റിയാണ്. രണ്ടും ഒരേ കണക്കൊക്കെ ഇരിക്കുകയല്ലേ ഗൈസ്, ഒരേ ചായമാണ്. അപ്പോൾ അതാണ് ഗൈസ് ഞാൻ അറിയാതെ പറഞ്ഞത്. എല്ലാവർക്കും സോറി. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ വണ്ടി പയ്യെ കൊണ്ടുപോയി. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യൻ കൈ കാണിക്കുന്നില്ല. പണ്ടൊക്കെയാണ് ഗൈസ് നമ്മൾ ബസ് കൊണ്ട് അപ്പലേ കൈ കാണിക്കും. പണ്ടൊക്കെയെന്ന് വെച്ചാൽ വണ്ടിയിൽ പാട്ടിടുമായിരുന്നല്ലോ ഗൈസ്. ഇപ്പോൾ പാട്ടിടുന്ന നിയമമെല്ലാം നിരോധിച്ചോടെ ഗൈസ് നമ്മളെ വണ്ടിയിലും പാട്ടില്ല.
ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ പയ്യെ കഴിച്ച് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതുവരെയായിട്ട് ഈ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വരണം ഗൈസ്. അപ്പം കൂടുതലായിട്ട് എല്ലായിടത്തും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു വീട്ടിൻ്റെ ഇവിടെ ആരാണ്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു ഗൈസ്. ഇത് ഏതാണ്ട് ഒരു കോലമാണ് ഗൈസ് നിൽക്കുന്നത്. അത് മനുഷ്യനല്ല ഗൈസ്. ഞാൻ ഇപ്പോഴല്ലേ ഗൈസ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഗൈസ് അവിടെ ആരാണ്ടൊക്കെ കൈ കാണിക്കുന്നുണ്ട്. ഒരു ചേച്ചിയല്ലേ ഗൈസ്. ഇവരെ ഇനി കയറ്റിയിട്ട് കാണാൻ ഗൈസ്. ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ കയറ്റി കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പോവാം. ഗൈസ് അപ്പം നമ്മളിവിടെ ഒന്ന് വളച്ച് നീക്കി നമുക്ക് ആണെങ്കിൽ ഗ്രാമത്തിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. ഗ്രാമത്തിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ ഇടിച്ചല്ലോ ഗൈസ്. അവിടെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇരുമ്പായിരുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെ ആരാണ്ടൊക്കെ കൈയും കാലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിർത്തിയേക്കാം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ നേരെ പോവാം ഗൈസ്. അടുത്ത നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഗൈസ് പോകുന്നത്. ട്രെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഗൈസ് അവിടെ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. അപ്പം അതിനു മുമ്പ് ഗൈസ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കത്തിച്ച് കാര്യങ്ങളൊക്കെ വിട്ടേക്കാം. ട്രെയിൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഗൈസ്. നമുക്ക് ട്രെയിനും കാര്യങ്ങളും വരാത്തതുകൊണ്ട് തന്നെ ഗൈസ് ഇങ്ങോട്ട് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാം. അപ്പം നമുക്ക് നൈസിന് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പാക്കി ഇടാം ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു ചായക്കട ഇല്ലല്ലോ പുല്ല് ഗൈസ്. അപ്പം നമുക്കിവിടെ നിൽക്കാൻ തന്നെ ഉള്ളു ഗൈസ് വിധി. ഇത്രയും നേരം ഗൈസ് പോസ്റ്റായിട്ട് ഇവിടെ നിൽക്കണം ഗൈസ്. വല്ലാത്ത കഷ്ടമാണ് ഗൈസ് ഇത്. അപ്പം നമുക്ക് ഇവിടെ നിന്നേക്കാം ഗൈസ്. അതിന് മുമ്പ് നമ്മളെ എയർ എല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ എയർ ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോർമൽ എയർ ആണ്, സെക്കൻഡും നോർമലും കാര്യങ്ങളൊക്കെയാണ് എയർ. അടുത്ത് നമുക്ക് എയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം എയർ ഗൈസ് അങ്ങനെ അത്യാവശ്യം എയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോർമലാണ്. അപ്പം ഗൈസ് ഇനി നമുക്ക് ട്രെയിനുകളിലൊക്കെ ഇനി വന്നതിന് ശേഷം ഇനി ആൾക്കാർ ഇതിനകത്ത് എയർ കുറവാണ്. ഇതിനകത്ത് നമുക്ക് ഇനി എയറും കാര്യങ്ങളൊക്കെ ഫില്ലാക്കി കൊടുത്തേക്കാം. എയറും കാര്യങ്ങളൊക്കെ ഫില്ലാക്കുന്ന കൊണ്ട് ഗൈസ് ഇവർ വന്നിട്ടുണ്ട് നമ്മളെ ട്രെയിനും കാര്യം. ഇതിനകത്ത് ആൾക്കാർ കാണുമെന്ന് എനിക്കൊരു ഇതുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ അടിപൊളി ട്രെയിനാണ് ഗൈസ്. ഇത് സ്ലോ ആണ് ഗൈസ് ഇന്ന് ട്രെയിൻ. അപ്പോൾ മറ്റേതൊക്കെ ആണെങ്കിൽ ട്രെയിനാണെങ്കിൽ സ്പീഡിൽ വരുന്നതായിരുന്നു. അപ്പം എല്ലാവരും കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബസ്സിനെ കണക്കായിരിക്കും ഗൈസ്. ഇത് ഫുൾ സ്പീഡ് കുറവാണ്. ബസ്സിലെ ബഹളമാണ് ഗൈസ് നിങ്ങൾ കേൾക്കുന്നത്. ഭയങ്കര നോയ്സ് ആണ് ഗൈസ്. അപ്പം ബസ്സിലെ ബഹളമാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അല്ലാത്ത ബഹളമാണ് ഗൈസ്. ഭയങ്കര അലറാളാണ് ഗൈസ്. നമ്മുടെ ബസ്സിലാണെങ്കിൽ ഭയങ്കര ബഹളം ഗൈസ്. അപ്പം നമുക്ക് സഹിക്കാനൊന്നും വയ്യ ഗൈസ്. ഇവരെ എല്ലാവരും നമുക്ക് ഇറക്കി വിട്ടാലോ ഗൈസ്. അപ്പം ബസ്സിൽ ഭയങ്കര ബഹളമാണ്. എനിക്ക് സഹിക്കാൻ വയ്യ ഗൈസ്. ഇവരെല്ലാം ഞാൻ ഇറക്കി വിടാൻ ചാൻസ് കൂടുതലാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇങ്ങോട്ട് എൻ്റെ പൊന്ന് ഞാൻ വിചാരിച്ചപ്പോൾ തീ പിടിക്കുമെന്ന് ഗൈസ്. എന്തായാലും തീയൊന്നും പിടിച്ചില്ല. ഇങ്ങോട്ട് നിർത്തിയിട്ടേക്കാം. ഇങ്ങോട്ട് റിവേഴ്സ് കാലൊക്കെ അടിച്ച് പിടിച്ചെടുത്തേക്കാം. ഇനി കയറാനുള്ളവരും കയറട്ടെ ഗൈസ്. പെട്രോളും കയറും ഗൈസ്. അത്രേ ഉള്ളു ഗൈസ്. പെട്രോൾ അടിക്കണം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഒരു 100 രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് ഓടാ. അല്ലെങ്കിൽ ഇതിന്റെ വണ്ടി ഇപ്പൊ ഞങ്ങളെ വലിച്ചു കയറി ഓടാ. ശരി മാമ ഞാനിന്നി പോവാം. അപ്പോൾ ഗൈസ് അയാൾ എന്നെ വണ്ടി കത്തിക്കുമെന്ന് ഗൈസ് പെട്രോൾ ഒഴിച്ച് ഗൈസ്. എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. പിന്നെ എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ചെറിയ പേടി ഇല്ലാണ്ടില്ല, എന്നാലും ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. ഭയങ്കര ധൈര്യമാണ് ഗൈസ്. രാവിലെ കണ്ടില്ലേ ഗൈസ് ഒരു ലാൻഡ് ക്രൂസറിൻ്റെ കാര്യം തെറി കേട്ടത് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പോവാം. അപ്പം നമ്മളെ വണ്ടികളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് നേരെ ഗൈസ് നമുക്ക് ഇനി എയർപോർട്ടിലോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഗൈസ് പോവാൻ ഉള്ളി ഗൈസ്. ഇനി എയർപോർട്ടും കാര്യം ഉള്ളു ഗൈസ്. ഇനി എയർപോർട്ടിലൊക്കെ ആൾക്കാർ ഇറക്കിന് ശേഷം നമുക്ക് പോകണം. നമുക്കാണെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടി നമ്മളെ വീട്ടിലോട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ച് വിടാൻ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ എൻ്റെ പൊന്നെ വണ്ടികളൊക്കെ കണ്ടു ഗൈസ്. ഒരു ഓടിക്കാരൻ ഗൈസ്. അവർ നല്ല അടിപൊളിയോ എൻ്റെ പൊന്നെ. ഞാൻ കാര്യം പറഞ്ഞങ്ങ് പോന്നു ഗൈസ്. ഇവിടെ ആൾക്കാരൊന്നും ഇറക്കില്ല ഗൈസ്. ഞാൻ മറന്നുപോയി. ഒരു എൻ്റെ പൊന്നെ ഓടിക്കുന്നതിട്ട് നല്ല ഇടിയും ആൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇവിടെ ആൾക്ക് നമ്മളെ വണ്ടി സ്റ്റോപ്പ് ആക്കാം. ഇനി ഇവിടെ എല്ലാം ഇറങ്ങാനുള്ള എല്ലാവരും ഗൈസ് ഇറക്കിയേക്കാം. അപ്പം എല്ലാവരും ഇറങ്ങിക്കാണുന്ന ഒരു വിശ്വാസമായ എല്ലാവരും ഇറങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളം ഗൈസ്. ഭയങ്കര എന്തായാലും ഗൈസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ പെട്ടുപോയി. പക്ഷെ എന്തായാലും ഗൈസ് നമ്മളെ വീട്ടിലോട്ട് ആളൊക്കെ വരാൻ ഗൈസ്. അപ്പം നമുക്ക് നമ്മളെ വണ്ടി ആളൊക്കെ കയറ്റി ഇങ്ങോട്ട് ആളൊക്കെ ഇട്ടേക്കാം ഗൈസ്. അപ്പം നമ്മളെ വണ്ടി ആളൊക്കെ ഞാൻ കയറ്റി ഇങ്ങോട്ട് ഇട്ടേക്കാം. പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.